നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്കുള്ള പാത എന്താണെന്നും അതിലുള്ള സാധ്യതകൾ എന്താണെന്നും നോക്കാം. നിങ്ങളെന്ന വ്യക്തി, നിങ്ങളുടെ പാത, അതിലുള്ള സാധ്യതകൾ. നിങ്ങൾ എന്ന വ്യക്തി എന്തോ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉയർന്നു വരുവാൻ, അതായത് ഒരു മാനസാന്തരത്തോടു കൂടി ഉയർന്നു വരുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. പാസ്റ്റിലുണ്ടായിരുന്ന പ്രോബ്ലംസ് ആയിരിക്കാം ആ കാരണം. അതിൽ നിന്ന് ഒരു ജഡ്ജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഒരു മാറ്റത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് നിങ്ങളുടെ ഇവിടെ ഈ കാർഡിൽ കാണുന്നത്. നിങ്ങളുടെ ഇന്നർ ഹീലിംഗും കൂടി നടന്നിട്ട് അവിടെ നിന്ന് ഒരു മാറ്റമാണ് വരുന്നത്. നിങ്ങളുടെ പാത എന്ന് പറയുന്നത് ഏസ് ഓഫ് വാണ്ട് എന്ന കാർഡാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ കുറേ സാധ്യതകൾ, പൊട്ടൻഷ്യലുള്ള വ്യക്തിയാണ് എന്നും അതിൽ പുതിയ വഴികൾ യൂണിവേഴ്സ് തുറന്നു തരുന്നു എന്നും, നിങ്ങൾക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലുള്ള വ്യക്തി, അതായത് നിങ്ങൾ ചില വ്യക്തികളിൽ പല കഴിവുകളും ഓരോന്നും ഉണ്ടാക്കാനും അല്ലെങ്കിൽ നിങ്ങളുടേതായ ചില കഴിവുകൾ പല കാര്യങ്ങളിലായിരിക്കാം. ആ കഴിവുകൾ ഉപയോഗിച്ചും നിങ്ങളുടെ പാത തുറക്കുവാൻ ചില വ്യക്തികൾക്ക് സാധിക്കും എന്ന് കാണുന്നു. ഇവിടെ പൊട്ടൻഷ്യൽ, സാധ്യത ചോദിച്ചപ്പോൾ ദ സൺ എന്ന മേജർ ആർക്കന കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ സാധ്യത നമ്മൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ സണ്ണിൻ്റെ തെളിമയുള്ള പ്രകാശത്തിൽ ഒരു വ്യക്തി ആഹ്ലാദത്തോടു കൂടി സ്വീകരിക്കുന്നതും അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് നടക്കുന്നതുമാണ്. ഇവിടെ ഈ വ്യക്തിക്ക് വേണ്ടി ഒരു ലൈറ്റ്, ഒരു പ്രകാശം, ഒരു വൈറ്റ് പ്രകാശം തന്നെ വരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് ഈ വ്യക്തിക്ക് ഡിവൈൻ്റെ അനുഗ്രഹം ഉണ്ട് എന്ന് പറയുന്നതാണ്. നിങ്ങൾ യഥാർത്ഥ പാത തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആ പാതയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും വളരെയധികം സാധ്യതകളും തുറന്നു കിട്ടുമെന്നാണ് ഇതിൽ കൂടി കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.